കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാസ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഏകദേശം 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. കഴിഞ്ഞ 4 വർഷക്കാലമായി ചൊവ്വാഗ്രഹത്തിൽ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നാസയുടെ റോവറായ പെർസിവറൻസിൻ്റെ ഏറ്റവും പുതിയ കണ്ടെത്തലിനെക്കുറിച്ച് ലോകത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത്. അതിന് മുൻപ് തന്നെ നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2020 ജൂലൈ മാസം 30-ാം തീയതിയാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് നാസ പെർസിവറൻസിനെ ലോഞ്ച് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2021 ഫെബ്രുവരി മാസം 18-ാം തീയതി അതവിടെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്തു. ചൊവ്വാഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ജെസീറോ ക്രൈറ്റർ എന്ന് പറയുന്ന വിശാലമായ ഒരു ഗർത്തത്തിലേക്കായിരുന്നു പെർസിവറൻസ് അന്ന് ലാൻഡ് ചെയ്തത്. കൃത്യമായിട്ട് ആ ഗർത്തത്തിൻ്റെ ഉള്ളിൽ തന്നെ ലാൻഡ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. നിലവിലുള്ള ശാസ്ത്രീയ തിയറികളുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ആ ഗർത്തം ഒരു ഗർത്തമല്ലായിരുന്നു, അവിടെ ഒരു പുഴ ഒഴുകിയിരുന്നു. അവിടെ അനേകം ജീവജാലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കൃത്യം അവിടെ തന്നെ പെർസിവറൻസ് ലാൻഡ് ചെയ്തത്. 2024 ജൂലൈ മാസത്തിൽ പെർസിവറൻസ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പാറയുടെ സമീപത്തെത്തി. ലെപ്പേർഡ് സ്പോട്ട്സ് എന്ന പേരിലാണ് ആ പാറ അറിയപ്പെടുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ലെപ്പേർഡിൻ്റെ ദേഹത്ത് കാണുന്നത് പോലുള്ള പുള്ളികൾ വളരെയധികം ആ പാറപ്പുറത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ആ പാറയ്ക്ക് ചിയാവ ഫോൾസ് എന്ന ഒരു പേര് കൂടിയുണ്ട്. പെർസിവറൻസിന് സ്വന്തമായിട്ട് പഠനങ്ങൾ നടത്താൻ സാധിക്കും. അത് ചലിക്കുന്ന ഒരു ലബോറട്ടറിയാണ്. മാത്രമല്ല അവിടെ നിന്നും പല സാമ്പിളുകൾ കളക്ട് ചെയ്ത് ട്യൂബുകളിലാക്കി ചൊവ്വയുടെ പ്രതലത്തിൽ തന്നെ അത് നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഭാവിയിൽ നാസ അതൊക്കെ കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്യും. പെർസിവറൻസ് നേരിട്ട് ചൊവ്വാഗ്രഹത്തിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഫലമാണ് നാസ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പെർസിവറൻസിൽ അനേകം ടൂളുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അമൂല്യമായിട്ടുള്ള 2 ടൂളുകളുടെ സഹായത്താലാണ് ഈ കണ്ടുപിടുത്തം നടത്താൻ പെർസിവറൻസിന് സാധ്യമായത്. നിങ്ങൾ ഷെർലോക്ക് ഹോംസിനെ കുറിച്ചും ഡോക്ടർ വാട്സനെ കുറിച്ചും കേട്ടിട്ടുണ്ടായിരിക്കും. 2 പേരും ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ പോലും ഇവർ 2 പേരും ഒന്നിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് അത് തെളിയിക്കാൻ സാധിക്കും. പെർസിവറൻസിലും ഒരു ഷെർലോക്ക് ഹോംസും ഒരു ഡോക്ടർ വാട്സണും ഉണ്ട്. കംപ്ലീറ്റ്ലി അതിൻ്റെ പേര് അങ്ങനെ തന്നെയല്ല, ഷെർലോക്ക് എന്നും വാട്സൺ എന്നുമാണ്. ഷെർലോക്കിനെ സഹായിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് വാട്സൺ. ഷെർലോക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം സ്കാനിങ് ഹാബിറ്റബിൾ എൻവയോൺമെൻറ്റ്സ് വിത്ത് റാമൻ ആൻഡ് ലുമിനസെൻസ് ഓഫ് ഓർഗാനിക്സ് ആൻഡ് കെമിക്കൽസ് എന്നാണ്. പെർസിവറൻസിൻ്റെ റോബോട്ടിക് ആമിലാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ അനേകം സെൻസറുകളും ലേസറുകളും സ്പെക്ട്രോമീറ്ററുകളും ക്യാമറകളുമുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്താലാണ് ലെപ്പേർഡ് സ്പോട്ടിൽ കാർബണിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ജീവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് കാർബൺ. ഷെർലോക്കിനെ വാട്സണും സഹായിച്ചിട്ടുണ്ട്. വാട്സൺ ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ് പോലെയാണ്. വളരെയധികം സൂം ചെയ്ത് വളരെയധികം ചെറിയ മില്ലിമീറ്റർ സ്കെയിലുള്ള പാറ്റേണുകൾ കണ്ടെത്താൻ സാധിക്കും. ലെപ്പേർഡ് സ്പോട്ടിൽ അടങ്ങിയിരിക്കുന്ന പാറ്റേണുകൾ കൃത്യമായിട്ട് വാട്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്സൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം വൈഡ് ആംഗിൾ ടോപ്പോഗ്രഫിക് സെൻസർ ഫോർ ഓപ്പറേഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ്. മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് പിക്സൽ അല്ലെങ്കിൽ പ്ലാനറ്ററി ഇൻസ്ട്രുമെൻറ്റ് ഫോർ എക്സ്റേ ലിതോകെമിസ്ട്രി. ഈ ഇൻസ്ട്രുമെൻറ്റും റോബോട്ടിക് ആമിൻ്റെ ഭാഗമാണ്. ഇതിൽ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട്. അതിൻ്റെ സഹായത്താൽ വ്യത്യസ്തമായിട്ടുള്ള അനവധി കോമ്പൗണ്ടുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇൻസ്ട്രുമെൻ്റാണ് ഇപ്പോൾ അയണിൻ്റെയും ഫോസ്ഫറസിൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ എലമെൻറ്റുകളെ വ്യത്യസ്തമായിട്ടുള്ള 2 കോമ്പൗണ്ടുകളുടെ രൂപത്തിലാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അയൺ ഫോസ്ഫേറ്റും അയൺ സൾഫൈഡും. വിവിയനൈറ്റ് എന്നും ഗ്രെഗേറ്റ് എന്നും ഇവയ്ക്ക് പേരുണ്ട്. ഇതേ കോമ്പൗണ്ടുകളെ നമുക്കിങ്ങ് ഭൂമിയിലും കാണാൻ സാധിക്കും. വളരെയധികം കുറഞ്ഞ അളവിൽ മാത്രം ഓക്സിജനുള്ള ഒരു പരിസ്ഥിതിയിലാണ് ഇവയെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അവിടെയും ജീവജാലങ്ങളുണ്ട്, ഓക്സിജൻ ആവശ്യമില്ലാത്ത ജീവജാലങ്ങൾ. ഭൂമിയിൽ അത്തരത്തിലുള്ള മൈക്രോബുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ മൈക്രോബുകൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ബൈ പ്രോഡക്റ്റുകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റുകളാണ് അയൺ സൾഫൈഡും അയൺ ഫോസ്ഫേറ്റും. മൈക്രോബ്സിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് മാത്രമാണോ ഈ 2 കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അല്ല. വളരെയധികം ഉയർന്ന താപനിലയിലും വളരെയധികം ഉയർന്ന ആസിഡിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും ഈ 2 കോമ്പൗണ്ടുകളും ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ ഇത് രണ്ടും കണ്ടെത്തിയിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. അതിൻ്റെ പരിസരത്തെങ്ങും ഒരു രീതിയിലുള്ള വോൾക്കാനോസിൻ്റെ സാന്നിധ്യവും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല ആ പ്രദേശം നല്ല രീതിയിൽ തണുത്തതാണ്. അവിടുത്തെ താപനിലയ്ക്ക് ഒരിക്കലും ഈ 2 കോമ്പൗണ്ടുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതല്ല.
മാത്രമല്ല ഇതേ മേഖലയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് നദി ഒഴുകിയിരുന്നു. അതിൻ്റെ അർത്ഥം അവിടെ മൈക്രോബ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നല്ലേ? അത് നമുക്ക് അതേപടി അങ്ങ് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല. ശാസ്ത്രത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് രീതികളും മാനദണ്ഡങ്ങളുമുണ്ട്. അതങ്ങനെ തന്നെ പാലിച്ചാൽ മാത്രമേ നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കൂ. ഭാവിയിൽ പെർസിവറൻസ് കളക്ട് ചെയ്തിരിക്കുന്ന സാമ്പിളുകൾ അവിടെ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നാസ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ സാമ്പിളുകൾ എത്തിച്ചേരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠനങ്ങൾ നടത്താൻ സാധിക്കും. ഇപ്പോൾ നടത്തിയിരിക്കുന്ന പഠനങ്ങളൊക്കെ പെർസിവറൻസ് എന്ന് പറയുന്ന ആ ചെറിയ റോബോട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറിയിൽ പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. അതുവരെ നമുക്ക് ഇതിനെ ഒരു ബയോ സിഗ്നേച്ചറായിട്ട് പറയാൻ സാധിക്കില്ല, പക്ഷേ ബയോ സിഗ്നേച്ചറിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആണെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ചൊവ്വാഗ്രഹത്തിൽ ഏലിയൻസ് ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രത്തിന് 100% ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും. ചൊവ്വാഗ്രഹത്തിൽ ഇന്നേ വരെ ഏലിയൻസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പഠനമാണ്, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയതെന്നാണ് നാസയുടെ വാദം. ചൊവ്വാഗ്രഹത്തിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൈക്രോബ്സിൻ്റെ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുടെ അവശേഷിപ്പുകളാണ്. അതിൻ്റെ അർത്ഥം ചൊവ്വാഗ്രഹത്തിൽ സൂക്ഷ്മജീവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല. വളരെയധികം വലിപ്പമേറിയിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പെർസിവറൻസ് കൊണ്ട് മതിയാകില്ല. നമ്മുടെ ഭൂമിയുടെ അവസ്ഥ തന്നെ നമുക്കറിയാം. എത്രയോ വലിയ ഗർത്തങ്ങൾ കുഴിച്ചാൽ മാത്രമാണ് പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശേഷിപ്പുകൾ നമുക്ക് ലഭിക്കുക. ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹമല്ല ചൊവ്വാഗ്രഹം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭൂമിയിൽ സംഭവിക്കുന്നത് പോലുള്ള വലിയ സെഡിമെൻറ്റേഷനുകൾ അവിടെ നടക്കുന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ പ്രതലത്തിൽ നിന്ന് വലിയ ജീവജാലങ്ങളുടെ അവശേഷിപ്പുകൾ നമുക്ക് കിട്ടില്ല. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം അവിടെ ജീവജാലങ്ങൾ ജീവിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അവശേഷിപ്പുകൾ കിട്ടണമെങ്കിൽ ഇനിയും വളരെയധികം ആഴത്തിൽ നമ്മൾ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കി പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള പെർസിവറൻസിന് അങ്ങനെയുള്ള പഠനങ്ങളൊന്നും നടത്താൻ സാധിക്കുകയില്ല. ഒരു തിയറി അനുസരിച്ച് ചൊവ്വാഗ്രഹത്തിൻ്റെ വളരെയധികം ആഴങ്ങളിൽ ഇപ്പോഴും ജലമടങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ ജലത്തിൽ ജീവിച്ചിരിക്കുന്ന പല ജീവജാലങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ ചൊവ്വാഗ്രഹത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വെറും സാധ്യത മാത്രമാണ്, വെറും ഹൈപ്പോത്തസിസ് മാത്രമാണ്. ശാസ്ത്രീയമായിട്ട് അത് അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.